നമസ്കാരം. 10,000 രൂപയുടെ താഴെ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടോ എങ്കിൽ അങ്ങനെയുള്ള 5 ബെസ്റ്റ് സ്മാർട്ട് ഫോണുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ ലിസ്റ്റിൽ 5 ഫോണുകളുണ്ട്. ഈ 5 ഫോണുകൾക്കും ഓരോന്നും അതിൻ്റെതായിട്ടുള്ള നിലയിൽ ഫീച്ചേഴ്സ് കൂടുതലും കുറവൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അതിനോടൊപ്പം തന്നെ വീഡിയോ യൂസ്ഫുൾ ആയാൽ മറക്കാതെ ലൈക്ക് കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ ഫോൺ പോക്കോ M6 Pro എന്ന് പറയുന്ന ഫോണാണ്. ഇതൊരു ബിഗ് ഫുൾ HD+ ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ലഭിക്കുന്നത്. സാമാന്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോണാണ്. സ്നാപ്ഡ്രാഗൺ 4 Gen 2 പ്രോസസറാണ് ഇതിൽ ലഭിക്കുക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് പെർഫോമൻസ് നൽകാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസറാണിത്. ഒപ്പം തന്നെ ഇതിൽ 5000 mAh ബാറ്ററി ഉണ്ട്. 22.5 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. IP53 സർട്ടിഫിക്കേഷൻ ഉണ്ട്. 50 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ 10,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. പോക്കോ M6 എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ പോക്കോ M6 Pro തന്നെ ആയിരിക്കും. നമ്മളൊരു പുതിയ ഫോൺ വാങ്ങി കഴിയുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. പഴയ ഫോണിലെ ഡേറ്റ എങ്ങനെ പുതിയ ഫോണിലേക്കാക്കും. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിംഗ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നിങ്ങളുടെ പഴയ ഫോണിലും പുതിയ ഫോണിലും മൊബൈൽ ട്രാൻസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യം പഴയ ഫോണിൽ മൊബൈൽ ട്രാൻസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ഫോൺ ടു ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ പഴയതാണോ പുതിയതാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ആൻഡ്രോയിഡിലേക്കാണോ ഐഫോണിലേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ ഡേറ്റ ഉണ്ടോ അതെല്ലാം ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡേറ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിന്റെ ക്യാമറ ഓപ്പൺ ആയി QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു സെക്ഷൻ വരും. അതിനുശേഷം പുതിയ ഫോണിലും മൊബൈൽ ട്രാൻസ് ആപ്പ് ഓപ്പൺ ആക്കി ഫോൺ ടു ഫോൺ ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്ത് ന്യൂ ഫോൺ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു QR കോഡ് കാണാൻ സാധിക്കും. ഇനി സിമ്പിൾ ആയിട്ട് പഴയ ഫോൺ എടുത്തിട്ട് പുതിയ ഫോണിൽ കിട്ടിയ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. പഴയ ഫോണിലെ ഡേറ്റ മൊത്തം പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ആവും. അതിൽ ഫോട്ടോ, വീഡിയോ, ഡോക്യുമെന്റ്, ആപ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ അല്ല, പെയ്ഡ് ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സാംസങ്ങിന്റെ ഒരു ഫോൺ നോക്കിയാലോ. സാംസങ്ങിന്റെ ഈ പ്രൈസ് റേഞ്ചിൽ 2 ഫോണുകളുണ്ട്. സാംസങ് ഗാലക്സി F14, സാംസങ് ഗാലക്സി M14. ഇതിൽ ഗാലക്സി F14 അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇതിന്റെ ബാറ്ററിയാണ്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിന് ലഭിക്കുന്നുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. ഒപ്പം തന്നെ നോക്ക് സെക്യൂരിറ്റി ലഭിക്കുന്നുണ്ട്. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറയാണ്. 50+2 മെഗാപിക്സലിന്റെ ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ക്യാമറയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യത്തിലൂടെ ഒരു ചെറിയ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. എക്സിനോസിന്റെ പ്രോസസറാണ് നൽകിയിരിക്കുന്നത്. 1330 എന്ന് പറയുന്ന പ്രോസസറാണ്. ഈ ഒരു പ്രോസസറിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലോങ് ടൈമിലേക്ക് ഒരു 2 വർഷം 3 വർഷം അല്ലെങ്കിൽ 4 വർഷമൊക്കെ ഉപയോഗിക്കാനാണ് ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ എത്തുമ്പോഴത്തേക്ക് ഇതിൽ ആകാനായിട്ട് തുടങ്ങും. അതായത് നിങ്ങൾ വാങ്ങുമ്പോൾ ഉള്ള ഒരു പെർഫോമൻസ് 3-4 വർഷം കഴിയുമ്പോൾ ഫോണിന് കിട്ടത്തില്ല എന്നുള്ളതാണ് ഈ എക്സിനോസിന്റെ പ്രോസസറിന്റെ ഒരു പ്രശ്നം. അതിനോടൊപ്പം തന്നെ ഗെയിം കളിക്കാമെന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും നടക്കത്തില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിലും തീർച്ചയായിട്ടും 10,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മോഡലാണ്. സാംസങ്ങിന്റെ ഫോൺ തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും സാംസങ് ഗാലക്സി F14 എന്ന് പറയുന്ന ഫോൺ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അടുത്തത് നമ്മുടെ സ്വന്തം ബ്രാൻഡ് ആയിട്ടുള്ള ലാവയുടെ Blaze 2 5G ആണ്. അപ്പൊ ഈ 10,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു ഫോൺ കുറച്ച് പോപ്പുലർ ആണ്. ഇത് ലോഞ്ച് ചെയ്ത സമയം തൊട്ട് തന്നെ ആളുകൾ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് Blaze 2 എന്ന് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ക്ലീൻ ആയിട്ടുള്ള UI ആണ്. ഒരു ബ്ലോട്ട് വെയർ, ഒരു ശല്യങ്ങളും ഒന്നും കാണത്തില്ല. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു UI കിട്ടും. അതേപോലെ തന്നെ ഇതൊരു 5G ഫോൺ ആണ്. പിന്നെ ഗ്ലാസ് ബിൽഡ് ക്വാളിറ്റി ലഭിക്കുന്നതിനോടൊപ്പം കാണാൻ നല്ല ലുക്ക് ഉള്ള ഒരു ഫോണാണ്. ഫോൺ വാങ്ങുമ്പോൾ ലുക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, വർക്ക് കൂടെ നോക്കണം. പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ Dimensity 6020 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസർ. പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ നല്ലൊരു പ്രോസസർ ആണ്. അതായത് ഡേ ടു ഡേ ലൈഫിൽ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു പ്രോസസർ വർക്ക് ആവും. ഇതിൽ ഫുൾ HD ഡിസ്പ്ലേ അല്ല കിട്ടുന്നത്. ഇതിൽ HD+ ഡിസ്പ്ലേ ആണ്. നിങ്ങൾ ഫുൾ HD ഡിസ്പ്ലേ ഉള്ള ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മറ്റു ഫോണുകളിലൊക്കെ തന്നെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ലഭിക്കുക. അപ്പം ഈ ഓരോ ഫോണിലും ഓരോ രീതിയിലുള്ള ഏറ്റക്കുറച്ചുകളിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മിക്ക വീഡിയോകളിലും ഫോണുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളിൽ പറയും നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ആവശ്യം അതിനനുസരിച്ചുള്ള ഫോണേ വാങ്ങാവും. മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് ഫുൾ HD+ ഡിസ്പ്ലേ ഒരു പ്രശ്നമല്ല, ബാക്കി ഫീച്ചേഴ്സ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 10,000 രൂപയുടെ താഴെ പരിഗണിക്കാൻ സാധിക്കും. അടുത്തത് ഈ സെഗ്മെന്റിൽ മോട്ടോയുടെ G34 എന്ന് പറയുന്ന ഒരു ഫോൺ വരുന്നുണ്ട്. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രോസസർ ഉള്ള ഫോണാണിത്. സ്നാപ്ഡ്രാഗൺ 695 5G പ്രോസസറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസറിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നേരത്തെ ഒരു 10,000 രൂപയുടെ മുകളിലുള്ള സെഗ്മെന്റിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നേരെ 10,000-ന് താഴേക്കുള്ള ഫോണുകളിലേക്കും വരാനായിട്ട് തുടങ്ങി. അപ്പോൾ നല്ലൊരു പ്രോസസർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് മോട്ടോയുടെ G34 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. ക്ലീൻ ആയിട്ടുള്ള ഒരു UI ലഭിക്കുന്നുണ്ട്. ക്ലീൻ UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോട്ട് വെയറുകളൊക്കെ ഉണ്ട്. പക്ഷേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും സാധിക്കും. 15 5G ബാൻഡുകൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പ് ആയിട്ടുള്ള ഒരു കവറേജ് കിട്ടും. 5000 mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. 18 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. സാമാന്യം നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ലൊരു ഡിസൈനും ഈ ഫോണിൽ ലഭിക്കുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 50+2 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ലഭിക്കുന്നുണ്ട്. 16 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഫോണുകളുടെ ലിസ്റ്റിലെ ബെസ്റ്റ് ക്യാമറ പെർഫോമൻസ് നൽകുന്ന ഫോൺ F14
എന്ന് പറയുന്ന സാംസങ്ങിന്റെ ഫോണാണ്. അതിനുശേഷം എനിക്ക് തോന്നുന്നു മോട്ടോ G34 ആയിരിക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് നൽകാൻ പോകുന്ന ഫോൺ. അപ്പം നമ്മുടെ ഈ ലിസ്റ്റിലെ മറ്റൊരു റെക്കമെൻഡഡ് ആയിട്ടുള്ള ഫോണാണ് ഈ ഒരു ഫോൺ. ലിസ്റ്റിലെ നമ്മുടെ ലാസ്റ്റ് ഫോണാണ് Realme C65. MediaTek Dimensity 6300 ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. IP54 സർട്ടിഫിക്കേഷൻ ഉണ്ട്. പോക്കോ M6 നമ്മൾ പരിചയപ്പെട്ടപ്പോൾ IP53 ആയിരുന്നു. മോട്ടോ G34 IP52 സർട്ടിഫിക്കേഷനുമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സർട്ടിഫിക്കേഷന്റെ കാര്യത്തിൽ Realme C65 ആണ് ഇവിടെ മുമ്പിലുള്ളത്. അപ്പം ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണോ അതിനനുസരിച്ചുള്ള ഒരു ഫോൺ എടുക്കുക. അപ്പോൾ ഇത് എല്ലാം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോട് ചേരാത്ത രീതിയിൽ ഏതെങ്കിലും കാര്യത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ടാണ് എല്ലാ ഫോണുകളും മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണോ അത് അറിഞ്ഞ് ഫോണുകൾ എടുക്കുക. അപ്പോൾ പുതിയൊരു ഫോൺ വാങ്ങുകയാണെങ്കിൽ പഴയ ഫോണിലെ ഡേറ്റ നമുക്ക് സിമ്പിൾ ആയിട്ട് പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മൊബൈൽ ട്രാൻസ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവരെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് വീഡിയോയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അക്കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇനിയും അടുത്ത സെഗ്മെന്റിൽ ഒരു 15,000 രൂപയുടെ താഴെ നിങ്ങൾ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അക്കാര്യം ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ സെഗ്മെന്റിലേക്കുള്ള ഒരു വീഡിയോയുടെ ചെയ്യുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.